ഇപ്പം നിലവിൽ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് സപ്ലൈക്കയിൽ കൊടുത്തിട്ടൊക്കെ 4-5 മാസമായി. സ്കൂൾ തുറക്കേണ്ട സമയം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് ഫീസ് കെട്ടേണ്ടതിൽ ഇത് പൈസ കിട്ടാൻ വഴിയില്ലാത്തൊരു സാഹചര്യം ഗവൺമെൻറ് മാറിയിരിക്കുക. ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ മാത്രം തന്നെ 400 കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട്. 500 ലോഡ് സംഭരിക്കാനുണ്ട്. ഈ പൈസ കൊടുത്തു തീർക്കാതിരുന്ന ബുദ്ധിമുട്ടാണെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 വകുപ്പ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും കാണാൻ വേണ്ടിയിട്ടാണ് പാലക്കാട്ട് നിന്ന് വന്നത്. കർഷക സംരക്ഷണ സമിതി കേരളയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ കണ്ടതിലിരുന്ന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. ബാക്കി 4 വകുപ്പ് മന്ത്രിമാരെ കണ്ടു. അവർ കൂടെ ആലോചിച്ചുകൊണ്ട് 10 ദിവസത്തിനകം നിലവിലുള്ള 400 കോടി രൂപ കൊടുത്തു തീർക്കാനും ഈ 500 ലോഡ് നെല്ല് സംഭരിക്കാനും ഒരു തീരുമാനം ആയി എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ഷൻ വഴിയുള്ള നെല്ല് സംഭരണം അല്ലാതെ പഴയ രീതിയിൽ തന്നെ സംഭരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പാലക്കാട് ജില്ല ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മറ്റ് ജില്ലകളിലെല്ലാം ഏകദേശം ഒരു 70-80% പൈസ കൊടുത്തു കഴിഞ്ഞു. നെല്ല് സംഭരണവും കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക് സംഭരിക്കുമെന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ട്. അത് മാറ്റിക്കൊണ്ട് പഴയ രീതി സംഭരിക്കും എന്നുള്ള രീതിയിലാണ് മന്ത്രി ഉറപ്പ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ്റല്ലേ, നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഈ വിളക്ക് നിങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഈ പ്രകൃതി ക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നഷ്ടപരിഹാരം കൃത്യമായി കിട്ടുന്നില്ല. ആ വിഷയം അവിടെ അറിയിച്ചിരുന്നു, പറഞ്ഞു എന്താണ് അതിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്? അല്ല, നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നില്ല. ഇപ്പോൾ മന്ത്രിയുടെ മറ്റേ കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞ 6 സീസണിലായിട്ട് എന്തോ ഡ്യൂ ആണ് കൊടുത്തിട്ട് 5 സീസണിൽ ബാക്കിയുണ്ട്. അത് നമ്മൾ നിവേദനമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ കിട്ടേണ്ട ഈ ഇൻഷുറൻസ് തുക കിട്ടണം എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസം തോന്നിയത് കഴിഞ്ഞ 4 മാസം ആയി ഈ വിള കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സംഭരണം നടക്കുന്നില്ല, അതുപോലെ വില കിട്ടുന്നില്ല. 4 മാസമായിട്ട് പാലക്കാട് ജില്ലയിൽ അത് അങ്ങനെ ഒരു പ്രതിസന്ധി വരാൻ കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ നെല്ല് സംഭരിച്ചതിൻ്റെ വില കൊടുക്കുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കൺസോർഷ്യം വഴിയായിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. അതിന് മാറ്റിയിട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി നൽകും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ ഏകദേശം 50 കോടിയിൽ താഴെ രൂപ ആ വകയിൽ പ്രൈമറി സംഘങ്ങൾ കൊടുത്തു. പക്ഷേ പിന്നീടത് നിശ്ചലാവസ്ഥയിൽ എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ കേരള ബാങ്ക് പ്രൈമറി ബാങ്കുകൾക്ക് ലോൺ കൊടുക്കില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ ബാങ്കിന് ഗ്യാരണ്ടി ആയിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുകയാണ് മാത്രമേ കേരള ബാങ്ക് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന് പൈസ കൊടുക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ കൃഷിക്കാർക്ക് നെൽവില കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് ആ തീരുമാനം മാറ്റിയിട്ട് പഴയ രീതിയിൽ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കാനറ ബാങ്കും അതുപോലെ SBI ബാങ്കിൻ്റെയൊക്കെ കൺസോർഷ്യം വഴി നെല്ല് വില നൽകാൻ തയ്യാറാണ്. 10 ദിവസത്തിനകം അത് കൊടുത്തു തുടങ്ങും. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വളരെ മന്ദഗതിയിലാണ് ഈ നെല്ല് സംഭരണം പോയത്. 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഏകദേശം 500 ലോഡ് നെല്ല് ബാക്കിയുണ്ട്. ആ സംഭരണം നടക്കും. അതുപോലെ തന്നെ PRS കിട്ടാത്ത ആൾക്കാർക്ക് PRS, അതായത് പാഡി റെസീറ്റ്, അത് കിട്ടാനുള്ള ഏർപ്പാടും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്.